ഇതുപോലൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങളൊരു ഫ്രീലാൻസറോ അതല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതാണ്. ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റിൻ്റെ മോഡലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 4 പേജ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോം പേജ്, അബൌട്ട് മീ, ബ്ലോഗ്, കോൺടാക്ട് മീ. ഇതിൽ നിങ്ങൾക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ടന്റ് റൈറ്റർക്ക് വേണ്ടിയിട്ട് ചെയ്ത വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പോർട്ട്ഫോളിയോ ഒരു ഇമേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ടെസ്റ്റ് മോണിയൽ, അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ ബ്ലോഗിൻ്റെ സെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ഫൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സും ഡീറ്റെയിൽസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഐക്കൺസ് എല്ലാം തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിംഗ് സ്പേസ് ഹോസ്റ്റേഞ്ചറിൻ്റെ വേർഡ് പ്രസ് ബിൽഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ആണ്. ഹോസ്റ്റേഞ്ചറിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തിട്ട് അത് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. സാധാരണ ഇതിൽ നോർമൽ ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ തന്നെ ചില കേസുകളിൽ ഹോസ്റ്റിംഗ് സ്പേസ് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒന്നും തന്നെ ഇതിൽ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ വേർഡ് പ്രസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ലഭിക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 4 തരത്തിലുള്ള പ്ലാനുകളുണ്ട്. ഒന്ന്, സിംഗിൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി 89 റുപ്പീസാണ് വരിക. ഇതിന് കൂടെ ഒരു പ്ലസ് ടാക്സും ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് വരുന്ന പ്ലാന് 149 ആണ്. ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്ലാനാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാകുമ്പോൾ നമുക്ക് 25 വെബ്സൈറ്റ് വരെ ഹോസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാസം നമുക്കൊരു 25,000 വിസിറ്റേഴ്സ് വരെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. 25 GB സ്റ്റോറേജും ഉണ്ട്. കൂടാതെ നമുക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 749 രൂപൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കൂടാതെ അൺലിമിറ്റഡ് SSL സർട്ടിഫിക്കറ്റ് ആണ്. 50 മെയിൽ ബോക്സ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 50 മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സ്റ്റോറേജ് 1 GB വരെയാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ഒരാളുകളാണ്, ഭാവിയിൽ ഒരു വെബ്സൈറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹോസ്റ്റിംഗ് സ്പേസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ചൂസ് പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എത്ര വർഷത്തേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടൈം പീരീഡ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 2 വർഷത്തേക്കെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തേക്കൊക്കെ എടുക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് റിന്യൂവൽ ചെയ്യാൻ മറന്നു പോവുക, പിന്നെ ആ ചെയ്ത വെബ്സൈറ്റുകളൊക്കെ മിസ്സായി പോകുന്ന ഇഷ്യൂസുകളൊക്കെ പലർക്കും ഉണ്ടാവണം. അപ്പം ഞാനിവിടെ 4 വർഷത്തേക്കാണ് ചൂസ് ചെയ്യുന്നത്. 4 വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം 7152 ആണ് വരിക. ഇതിൽ നമുക്ക് ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടും. എനിക്കിവിടെ ഡിസ്കൗണ്ട് ആയിട്ട് 75% ഡിസ്കൗണ്ടും ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് കൂപ്പൺ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടാക്സ് അടക്കം എനിക്ക് ഏകദേശം 8439 രൂപ വരും. അതായത് നിങ്ങൾ നേരത്തെ കൊടുത്തുള്ള എമൗണ്ടിൽ പ്ലസ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് UPI വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. പിന്നീട് അവിടെ നിന്ന് ഇതുപോലൊരു പേജിലേക്ക് ഡൈവേർട്ട് ആവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളോടൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേർഡ് പ്രസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ ഈ വീഡിയോയിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് അതായിരിക്കും. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൊമൈൻ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ നെയിം ഇതിൽ ലഭിക്കും എന്ന് പറയില്ലേ, ആ ഒരു ഡൊമൈൻ നെയിം, അതായത് എന്ത് പേരാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഡൊമൈൻ, ആ ഒരു പേര് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 750 രൂപേൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡൊമൈനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുത്ത പേര് എനിക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
തുടർന്ന് നമ്മുടെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണൽ എന്നുള്ളതോ അല്ലെങ്കിൽ കമ്പനിയാണെങ്കിൽ കമ്പനി ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് സെറ്റപ്പ് കൊടുക്കുക. തുടർന്ന് ഞാനിവിടെ ആ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഫിനിഷ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓഡിയൻസ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കാം, അതല്ല മറ്റേതെങ്കിലും കൺട്രി ആണെങ്കിൽ അത് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. വേർഡ്പ്രസ് ഇൻസ്റ്റാളായി ഇപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഡാഷ്ബോർഡ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് വെരിഫൈ ചെയ്യണം. അതായത് നമുക്ക് 2 ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാനുണ്ടാവും. ഒന്ന് ഡൊമൈൻ പർച്ചേസ് ചെയ്തതിൻ്റെതും ഒന്ന് ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്തതിൻ്റെതും. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് ഹോസ്റ്റിംഗ് സ്പേസിൻ്റെതാണ്. അത് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നേരെ ഹോസ്റ്റ് റേഞ്ചറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവും. ഇനി എന്ത് ചെയ്യുക, ഒന്നുകൂടെ മെയിലിലേക്ക് തന്നെ വരിക. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ് യൂസ് ഫോർ യുവർ ഡൊമൈൻ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ വെരിഫൈ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡൊമൈൻ നെയിം വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഡൊമൈനും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോഗ് എന്ന് പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാന്നുള്ളത് നോക്കാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്റ്റ് റേഞ്ചറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരാം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും വേർഡ്പ്രസ് അഡ്മിൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ WP അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും URL കാണാൻ പറ്റും. നമ്മുടെ ഡൊമൈൻ നെയിമിൻ്റെ തൊട്ടടുത്ത് തന്നെ WP എന്നുള്ളത് കാണുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് അവിടെ പോവാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ബ്രൗസറിൽ വന്നിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ തൊട്ടടുത്തായിട്ട് /WP അഡ്മിൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ നേരത്തെ ഹോസ്റ്റിംഗ് സ്പേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂസർ നെയിം പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാഷ്ബോർഡ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിലായിട്ട് കുറച്ച് സെറ്റിങ്സുകളിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സുകളിൽ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സൈറ്റിൻ്റെ പേര് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ സൈറ്റ് ഐക്കൺ, അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈറ്റ് ടൈറ്റിൽ ഇവിടെ കൊടുക്കുകയാണ്. ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ ടാഗ് ലൈൻ കൊടുക്കാം. ഞാനിവിടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആയിരിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെ പേരിലായിരിക്കും ആ ഒരു വെബ്സൈറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈറ്റ് ഐക്കൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ ഗൂഗിൾ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ലോഗോ, അതായത് അവരുടെ ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിലും കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക. അതെല്ലാം ഐക്കൺ ഇല്ലാതെയാണ് വെബ്സൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഞാനിവിടെ ഐക്കൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റ് ഐക്കൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ടറിയിൽ പോയിട്ട് ആ ഐക്കൺ സെലക്ട് ചെയ്യുക. ക്രോപ്പ് ഇമേജ് എന്ന് കൊടുക്കുക. അപ്പം ആ ഐക്കൺ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ടൈം സോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ത്യൻ ടൈം സോണാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊൽക്കത്ത എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡേറ്റ് ഫോർമാറ്റും ടൈം ഫോർമാറ്റും ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡേറ്റ് ഫോർമാറ്റാണോ ടൈം ഫോർമാറ്റാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തീമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. തീം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും അപ്പിയറൻസ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളിവിടെ കാണാൻ പറ്റും സെർച്ച് തീം എന്നുള്ളത്. അവിടെ വന്നിട്ട് കേഡൻസ് എന്ന് പറയുന്ന ഈ ഒരു തീം നെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കേഡൻസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേഡൻസ് പറഞ്ഞ ഈ ഒരു തീം വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. അതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട.
പിന്നെ നിങ്ങൾ നേരെ പ്ലഗിൻസിലേക്ക് വരിക. പ്ലഗിൻസിലേക്ക് വന്നിട്ട് നമുക്കൊരു 3 പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ആഡ് പ്ലഗിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെയും കാണാൻ പറ്റും സെർച്ച് പ്ലഗിൻസ് എന്നുള്ളത്. അവിടെ വന്നിട്ട് എലമെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എലമെൻറ്റർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ആക്ടിവേറ്റ് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇവിടെ മുകളിൽ ഈ ഒരു ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നുകൂടെ പ്ലഗിൻസിലേക്ക് തന്നെ വരാം. പ്ലഗിന് സെർച്ച് ചെയ്യുക. എസെൻഷ്യൽ ആഡ് ഓൺസ് ഫോർ എലമെൻറ്റർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇവിടെയും കാണാൻ പറ്റും ഫസ്റ്റിൽ തന്നെ വന്നിട്ട് WP ഡെവലപ്പർ എന്നുള്ളത്. ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതുകൂടാതെ ഒരു പ്ലഗിൻസ് കൂടെ വേണം. WP ഫോം ലൈറ്റ് എന്നുള്ള ഈ ഒരു പ്ലഗിൻസും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും WP ഫോം എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം പ്ലഗിൻസിലേക്ക് തന്നെ വരിക. എന്നിട്ട് നമുക്കിവിടെ എല്ലാ പ്ലഗിൻസും ഒന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി തന്നെ പ്ലഗിൻസിന് മുകളിലുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ പ്ലഗിൻസും തന്നെ സെലക്ട് ആവും. ശേഷം ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ കൊടുക്കുക. എസെൻഷ്യൽ ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ എലമെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലഗിൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കോൺഫിഗർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കിപ്പ് ചെയ്യുക. ഇവിടെ സ്കിപ്പ് അടിക്കുക. പിന്നീട് ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൽ വന്നിട്ട് എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾ എസെൻഷ്യൽ ആഡ്-ഓൺസിൽ വന്നു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എനേബിൾ ഓൾ എലമെൻറ്റ്സ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അപ്പം എല്ലാ എലമെൻറ്റ്സും തന്നെ എനേബിൾ ആവും. ശേഷം സേവ് സെറ്റിങ്സ് എന്നുള്ളത് കൊടുക്കാം. നമ്മുടെ തീമിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത്, അതുപോലെ തന്നെ തീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ പേജ് സെറ്റ് ചെയ്യാനുള്ളത് നോക്കാം. വേണ്ടിയിട്ട് പേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് ഞാനിപ്പോൾ നിലവിലുള്ള വെബ്സൈറ്റിൻ്റെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വ്യൂ ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഒരു 4 പേജായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹോം പേജ്, എബൌട്ട് അസ്, പിന്നെ കോൺടാക്ട് പേജ്, പിന്നെ ഒരു ബ്ലോഗിൻ്റെ ഒരു സെക്ഷൻ, ഇങ്ങനെ 4 സെക്ഷനായിട്ടുള്ള ഒരു രീതിയിൽ 4 പേജ് വരുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് SEO കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു മൾട്ടിപ്പിൾ പേജ് വെബ്സൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ആദ്യം ഒരു ഹോം പേജാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേജസ് എന്നുള്ളതിൽ വരിക, ആഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഹോം പേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഹോം എന്നുള്ളത് ടൈപ്പ് ചെയ്താൽ മതി. ശേഷം എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും പേജ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിന് വേണ്ടി ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. പേജ് സെറ്റിങ്സ് എന്നുള്ളതാണ്. പേജ് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും നിങ്ങളുടെ യൂസർ ഫേസിൽ ചെറിയ ചേഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവില്ല, താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചേഞ്ചസ് വരുത്തുമ്പോഴും ഐക്കൺസ് നോക്കി പഠിക്കാതെ ആ ഐക്കൺസിൻ്റെ പേരെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ആ ഐക്കൺസിൻ്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ പേജ് സെറ്റിങ്സ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. ആ ഐക്കൺസിൻ്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് പറ്റിയുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കിട്ടും. ഞാനിവിടെ പേജ് സെറ്റിങ്സിൽ ഒരു ചേഞ്ചസ് വരുത്തുന്നുണ്ട്. പേജ് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് ലേഔട്ട് എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേജ് ബിൽഡ് ചെയ്യുന്നത് വരെ എലമെൻറ്റർ ക്യാൻവാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഹെഡറും ഫോട്ടറും ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു പേജായി. ജസ്റ്റ് ഞാൻ സേവ് ഡ്രാഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൽ ഞാൻ ഓരോ സെക്ഷനായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റിലൊരു സ്ലൈഡാണുള്ളത്. സ്ലൈഡ് പോലെ ഈ ഒരു സെക്ഷനാണുള്ളത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്ലെക്സ് ബോക്സിൽ വന്നിട്ട് 2 വരുന്ന രീതിയിലുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ പ്ലസ് ബട്ടണിൽ കാണാൻ പറ്റും ആഡ് എലമെൻറ്റ്സ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഞാൻ അതിലേക്ക് ഹെഡിങ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഡ്യുവൽ ഹെഡിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും 2 കളറിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ഹെഡിങ്ങിൻ്റെ എലമെൻ്റ് ഏതാണെന്നുള്ളത് ഇവിടെ നോക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യുവൽ കളർ ഹെഡിങ് എന്നുള്ളത്. അത് ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഈ ഐക്കൺസ് എനിക്ക് വേണ്ട, അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി ഇതിലേക്ക് വേണ്ട കണ്ടൻറ്റ് എൻ്റർ ചെയ്യണം. കണ്ടൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈറ്റിൽ ഫസ്റ്റ് പാർട്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് പാർട്ട്. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് പാർട്ട്, ഐ ആം സക്കീർ ഹുസൈൻ എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് ഞാൻ തന്നെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്, ക്രിയേറ്റീവ് കണ്ടൻറ് റൈറ്റർ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴെ ചെറിയൊരു കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റിൽ ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കണ്ടൻറ് റൈറ്റർ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇവിടെ പ്ലസ് ബട്ടണിൽ ആഡ് എലമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇമേജ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ഫയൽസിൽ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണിച്ചു തരാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോക്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ എന്നുള്ളത് വരിക. ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുള്ളിടത്ത് ക്ലാസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളറായിട്ട് വരും. അപ്പോൾ അത് മൾട്ടിപ്പിൾ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വീഡിയോ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. സ്ലൈഡ് ഷോ ആണെങ്കിൽ സ്ലൈഡ് ഷോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ചൂസ് ഇമേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ്സിൽ പോവുക. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഓവർവ്യൂയിലേക്ക് വന്നു. അപ്പോൾ ഇനി ഈ ഒരു ഹെഡിങ്ങിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു കോളത്തിൻ്റെ മുകളിലുള്ള ഈ ഒരു പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മാത്രം വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് ഡ്യുവൽ കളർ ഹെഡിങ് എന്നുള്ളത് കണ്ടോ. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ എനേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റൈൽ ഞാൻ ആദ്യം മാറ്റുകയാണ്. അപ്പോൾ സ്റ്റൈൽ വന്നിട്ട് ഐക്കൺ സ്റ്റൈൽ ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഐക്കൺ സ്റ്റൈൽ കൊടുക്കേണ്ട. കളർ ആൻഡ് ടൈപ്പോഗ്രഫി എന്നുള്ളതാണ്. ടൈപ്പോഗ്രഫിയിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ആദ്യം മെയിൻ കളർ ബ്ലാക്ക് തന്നെയാണ്, അതേപോലെ തന്നെ ഈ സോളിഡ് കളർ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ 2 കളറിനത് മാറ്റി കൊടുക്കും. നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഇനി ടൈപ്പോഗ്രഫി. അപ്പോൾ ടൈപ്പോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫോൺ സ്റ്റൈലൊന്ന് മാറ്റാണ്. അപ്പം ടൈപ്പോഗ്രഫിയിലാണ് ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അതായത് ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ ഗ്രൂപ്പ്, ഫാമിലിയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ടൈപ്പോഗ്രഫിയിലാണ് ഉണ്ടാവുക. ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ മിറ്റാലിക് ആക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ടൈപ്പോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 45 കൊടുക്കുന്നുണ്ട്. വെയിറ്റ് 700 ബോൾഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻറ്റിലേക്ക് തന്നെ വന്നിട്ട് ഞാനിവിടെ അലൈൻമെൻറ്റിൽ ജസ്റ്റ് മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സൈഡിലേക്ക് പോകും. അതേപോലെ ഇത് എനിക്ക് ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ വലിച്ചിങ്ങനെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അതിനനുസരിച്ച് അലൈൻമെൻറ്റ് മാറ്റം വരുത്തി കൊടുക്കാം. ജസ്റ്റ് വ്യൂ നോക്കാൻ പറ്റും. ഈ രീതിയിലാണ് വരിക. സ്റ്റൈലിലേക്ക് തന്നെ വരിക. സ്റ്റൈലിലേക്ക് വന്നിട്ട് ഞാൻ ടൈപ്പോഗ്രഫിയിൽ സബ് ടൈറ്റിലിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ലെറ്റർ സ്പേസിങ് എന്നുള്ളത് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു പേരിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. ലൈൻ ഹൈറ്റും ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ലൈൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഇവിടെ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു.
ഇനി എങ്ങനെ നമുക്ക് ഇതിൻ്റെ വ്യൂ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടെ വ്യൂ എന്നുള്ളതിൽ പോയിട്ട് നോക്കാം. ഇപ്പോൾ സമയത്ത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ രീതിയിലായിരിക്കും കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പേജ് ആവും. വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ അവിടെ നിന്നുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഈ ഒരു പാഡിങ്ങിൽ ഒരു ചേഞ്ചസ് വരുത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതായത് ഈ ഒരു എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പാഡിങ്ങിൽ മാറ്റം വരുത്താണ്. അപ്പോൾ ഞാൻ അതായത് ഈ ഒരു ഭാഗം ക്ലിക്കായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ കോളത്തിലും ചേഞ്ചസ് വരും. അതല്ല നിങ്ങൾക്ക് മുകളിൽ മാത്രം പാഡിങ് ചേഞ്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ താഴെ മാത്രം പാഡിങ് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ടോപ്പിൽ ഒരു 50 എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കത് പോരാ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കൂട്ടിയിട്ട് ഒരു 80 കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുള്ള രീതിയിലാണുള്ളത്. ഇനി ഞാൻ ഈ ഒരു മൊത്തം കോളത്തിൻ്റെ പാഡിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ അതായത് നേരത്തെ ഞാൻ എലമെൻറ്റിലാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ ബോക്സ് നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണ ആ ഒരു ലേഔട്ടില്ലേ അതിൻ്റെ മുകളിലാണ്. അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മുകളിലേക്ക് മൗസ് കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കണ്ടെയ്നർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസിൽ പോവുക. എന്നിട്ട് ഞാൻ പാഡിങ് ഇവിടെ ഒരു 30 കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഡൗൺലോഡ് CV എന്ന് പറയുന്ന പോലെ ഒരു കോൾ ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് എലമെൻറ്റിൽ പോവുക, കോൾ ആക്ഷൻ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് അത് ആഡ് ചെയ്യാം. ക്രിയേറ്റീവ് ബട്ടൺ വേണമെങ്കിൽ ക്രിയേറ്റീവ് ബട്ടണാണ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ക്രിയേറ്റീവ് ബട്ടൺ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പം ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡൗൺലോഡ് CV എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ചേഞ്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റിൽ കോൺടാക്ട്സ് പേജിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കോൾ ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്തു. ഇവിടെ ഞാൻ ഇതിൻ്റെ അതായത് ഈ ഒരു ഐ ആം സെക്യൂർ ഹുസൈൻ ക്രിയേറ്റീവ് കണ്ടൻറ് റൈറ്റർ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ കണ്ടൻറ്റിൻ്റെ തൊട്ടുപുറത്തുള്ള സ്റ്റൈലിൽ വന്നിട്ട് കളർ ആൻഡ് ടൈപ്പോഗ്രാഫി എന്നുള്ളതിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറ്റിൽ സ്റ്റൈൽ, അതുപോലെ തന്നെ സബ് ടൈറ്റിൽ സ്റ്റൈൽ എന്നുള്ളത്. ടൈറ്റിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ളതാണ്. അപ്പം ടൈറ്റിൽ സ്റ്റൈലിൽ നമുക്ക് ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി ടൈപ്പോഗ്രാഫി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ വന്നിട്ട് ലൈൻ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കാം അത് കാണുമ്പോൾ ഭംഗിയുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അതേപോലെ തന്നെ വേർഡ് സ്പേസിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനതൊരു 6 കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ ആ ലൈൻ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം, അത്ര വേണ്ടെന്ന് എനിക്ക് തോന്നി. ഏകദേശം ഓക്കെയാണ്, സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇമേജ് കുറച്ച് വലുതാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ആദ്യ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് വരേണ്ടത് എബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഈ പ്ലസ് ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ 2 കോളായിട്ടാണ് ചെയ്തിട്ട് 2 കോളം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യത്തിൽ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്, പിന്നെ തൊട്ടടുത്തായിട്ടാണ് എബൌട്ടസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് യുവർ സ്ട്രക്ചർ എന്നുള്ളതിൽ ഇപ്പോൾ 2 കോളം വരുന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഇതിലേക്ക് ഹെഡിങ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ എബൌട്ട് അസ്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ സ്റ്റൈൽ എന്നുള്ളതിൽ വരിക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് കളർന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്ത കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റൈല് അതേപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പോഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഒരു ആലോചനപ്പെടുത്തുന്ന രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം. ഇത് 600 എന്നുള്ള രീതിയിൽ മതി, 700 എന്നുള്ള രീതിയിൽ തന്നെ കിടന്നോട്ടെ. ഇത് ഞാനൊരു 40 കൊടുക്കാം സൈസ്. ഇത്രയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇനി നമുക്ക് വേറൊരു എലമെൻറ്റ് ആഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ മാർജിനും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് പോവാം. അതിന് മുമ്പ് കണ്ടൻറ്റ് ആദ്യം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചെറിയ പാരഗ്രാഫ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലമെൻറ്റിൽ തന്നെ വന്നിട്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഞാൻ വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ എബൌട്ട് മീൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് മൗസ് വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു മാർക്ക് താഴെ വന്നു, തൊട്ട് താഴെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ താഴെയായിട്ട് വരും. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് ഇനി ഇതിലേക്കൊരു കോൾ ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണം. അപ്പോൾ കോൾ ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ രീതിയിൽ വരും. ഇത് നേരെ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാനിവിടെ ചെയ്ത പോലെ എലമെൻറ്റിൽ വന്നിട്ട് കോൾ ആക്ഷൻ എന്നുള്ള സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ വീണ്ടും വർക്ക് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്താണ്. കാരണം
ഫസ്റ്റ് ഞാനിതിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈലിൽ വരിക, ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കളർ എടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു കുറച്ച് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ ഇവിടെ ചൂസ് ചെയ്യുക. ആ ഒരു കളർ കൊടുത്തു. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്താൻ പോകണം. അപ്പോൾ അതിനാണ് പാഡിങ് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ടോപ്പിലൊരു 60 കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാൻ പറ്റും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു ഇമേജിന് സൈഡിൽ ചെറുതായിട്ട് ഒരു റേഡിയസ് ബോർഡർ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഈ ഇമേജിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ സ്റ്റൈലിൽ വരിക, സ്റ്റൈലിൽ വന്നിട്ട് ബോർഡർ റേഡിയസ് എന്നുള്ളതിൽ വരിക, എന്നിട്ട് ഇവിടെ ജസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എത്ര കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 10 കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഈ ഒരു ഏരിയയിൽ ഞാൻ ചെറിയൊരു ചേഞ്ചസ് അതുപോലെ വരുത്തുന്നുണ്ട്. അതും പാഡിങ് ആണ് മാറ്റം വരുത്തുന്നത്. ഇനി അടുത്ത സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പം ഇനി വാട്ട് ഐ ഡു എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഒരു കോൾ ആഡ് ചെയ്യുക, ഒരു സിംഗിൾ കോൾ ആഡ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വീണ്ടും അതിൻ്റെ ഹെഡിങ്ങും സ്റ്റൈലും ഒന്നും മാറ്റണ്ടല്ലോ, ജസ്റ്റ് സെൻറ്ററിലേക്കാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്ററിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൈലിൽ വരിക, സ്റ്റൈലിൽ വന്നിട്ട് ഇവിടെ അലൈൻമെൻറ്റ് എന്നുള്ളത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് പോകും. അവിടെ വേണ്ട കണ്ടൻറ്റ് വാട്ട് ഐ ഡു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ തൊട്ട് താഴെ ഞാനൊരു ചെറിയൊരു സബ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അലൈൻമെൻറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 കോളം ആഡ് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് 6 കോളാണ് വേണ്ടത്. 6 കോളം ആഡ് ചെയ്യുക. 6 കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തിൽ നമുക്ക് ഐക്കൺസ് ആഡ് ചെയ്യണം. അപ്പോൾ ഐക്കൺസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് SVG എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ഐക്കൺസ് ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഐക്കണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഐക്കൺസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഡെവലപ്പറോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടോ, വീഡിയോ എഡിറ്റർ ബേസ് ചെയ്തിട്ടുള്ള ഐക്കൺസ് കിട്ടും. അത് SVG ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഐക്കൺസ് ആണ് വേണ്ടത് ആ ഐക്കൺസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കളറിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളറിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഐക്കൺസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഐക്കൺസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐക്കൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഐക്കൺസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐക്കൺസ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് ഐക്കൺസ് ലൈബ്രറിയിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുക. അവിടെ ഇല്ലാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. എനേബിൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ്സിൽ പോവുക. ഞാൻ ഈ ഒരു ഐക്കൺസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഐക്കൺസ് വന്നു. ഇനി അതിന് തൊട്ട് താഴെ ഒരു ഹെഡിങ് വേണം. അപ്പോൾ ഹെഡിങ്ങിന് ഞാൻ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടൻറ് റൈറ്റിംഗ് എന്നുള്ളത് കൊടുക്കുകയാണ്. അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫോൺ സ്റ്റൈൽ മാറ്റുന്നുണ്ട്. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഈ രീതിയിലാണ് വരിക. ഇത്രയും ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ ഒന്ന് ബോൾഡാക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ബോൾഡാക്കി കൊടുക്കണം. ടൈപ്പോഗ്രാഫിയിൽ പോവാം. ഇപ്പോൾ ഞാനിവിടെ എന്ത് ടൈപ്പ് ഓഫ് സർവീസുകളാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഈ കോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമില്ലാത്ത കോളം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്നും കൂടെ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്കും സെറ്റായി. ഇനി ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ചേഞ്ച് അതേപോലെ തന്നെയാണ്. പിന്നെ കാണാൻ പറ്റും വാട്ട് ഐ ഡു എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ഓരോന്നും ഇവിടെ വേണ്ട കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഐക്കൺസ് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ ചെയ്ത് പോയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ ഇതിൽ കുറച്ച് അലൈൻമെൻറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ഈ വാട്ട് ഐ ഡു എന്നുള്ള താഴെ വെച്ചിട്ട് സ്പേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടോപ്പിൽ കുറച്ച് പാഡിങ് സെറ്റ് ചെയ്തു. അതുപോലെ താഴെ ഞാൻ സെയിം മാർജിൻ തന്നെയാണ് കൊടുക്കുന്നത്. സെയിം പാഡിങ് സൈസിന് പാഡിങ്ങിനാണ് കൊടുക്കുന്നത് 40. അപ്പോൾ ഇതിൻ്റെ പാഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഇത് നമ്മൾ 3 കോളായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റിലെ കോളത്തിൽ നമുക്ക് പാഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പാഡിങ് എന്നുള്ളതിൽ 40 കൊടുക്കാം. ഇപ്പോൾ സെറ്റായില്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു കോളത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതിന് താഴെ ഒരു പാഡിങ് കൊടുക്കണം നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതിന് 40 കൊടുക്കണം. ഇനി ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക, ചെയ്ത് വെക്കുക. കാരണം നിങ്ങളത് മിസ്സായി പോയി കഴിഞ്ഞാൽ അത് ചെയ്ത് വെച്ചത് പോകണ്ടോ എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ കാണാൻ പറ്റും ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അടുത്തതായിട്ട് ഇടയുള്ളത് സ്കിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും പുതിയൊരു കോളം ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം ഒരു കോളം,
നേരത്തെ അതേപോലെ തന്നെ ചെയ്യുക. അതായത് ഈ ഒരു കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇത് രണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ താഴേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇവിടെ താഴേക്ക് വലിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സ്കിൽ ഏതൊക്കെയാണോ ആ സ്കില്ലിനെ ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ബാർ എന്നുള്ളത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ 2 കോളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം 2 സെക്ഷനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോളം ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ പ്രോഗ്രസ് ബാർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ കണ്ടൻറ്റും കാര്യങ്ങളും സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടൻറ്റായിട്ട് ഞാനൊരു 85% 89% എന്നുള്ള രീതിയിലാക്കി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇന്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രോഗ്രസ് ബാറിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു കണ്ടൻറ്റാണ് ഇന്നർ ടെക്സ്റ്റ്. അത് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നത്, ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇനി സ്റ്റൈലിൽ വരിക. സ്റ്റൈൽ വന്നാലും കളർക്ക് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും കളർ ചൂസ് ചെയ്യണമെങ്കിൽ കളർ സാമ്പിളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ എവിടെയാണോ അവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ. ഇനി ഇതിൻ്റെ ഹൈറ്റ്, ബോർഡർ റേഡിയസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് അത്ര വേണ്ട, എനിക്കൊരു ഏകദേശം ഒരു 15 മതിയായിരിക്കും. ഓക്കെ, 15 വരുന്ന രീതിയിൽ മതി. ഇനി ടെക്സ്റ്റിൻ്റെ കളർ എനിക്ക് ബ്ലാക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്ട്രോങ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ സ്റ്റൈൽ എന്നുള്ളതും, അതായത് ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്ന ടെക്സ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതായത് പ്രോഗ്രസ് ബാറിൻ്റെ ഉള്ളിലുള്ളത്. ടൈറ്റിൽ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അത് തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ ഇത് മാറിപ്പോരുത്, ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ സെക്ഷനിൽ വന്നിട്ട് മാനുവലി ഓരോ ഫോൺ സ്റ്റൈലും ഇതൊക്കെ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൺ സ്റ്റൈലൊക്കെ ബൈ ഡിഫോൾട്ടായിട്ട് വെബ്സൈറ്റ് ബേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കണമെന്നല്ല, അതായത് ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലും ഒന്ന് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോ ഓപ്ഷനും സെപ്പറേറ്റ് തന്നെ എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഓരോന്നിനും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്കിൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിൻ്റെ പാഡിങ്ങും ചെറിയൊരു ചേഞ്ചസ് വരുത്തി കൊടുക്കാം. ടോപ്പിൽ ഞാനൊരു 40 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെയും 40 കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സേവ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പബ്ലിഷ് കൊടുക്കാം. ഞാൻ ഇവിടെ പബ്ലിഷാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഓവർവ്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം. കാണാൻ പറ്റും ഏകദേശം ഓക്കെയാണ്. ഇതിലിപ്പം ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ മുകളിലുള്ള ഈ ഒരു സെക്ഷനാണ്. ഈ മുകളിലുള്ള സെക്ഷനിൽ നമുക്ക് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഇപ്പം താഴെ ഒരു 40 പാഡിങ് കൊടുക്കാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പാഡിങ് ഇതിൻ്റെ ഈ ഒരു കോളക്ഷൻ ബട്ടണിന് പാഡിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു 20 കൊടുക്കാം. ഇപ്പം ഞാനിതിൽ സ്കിൽസിൻ്റെ ഒരു സെക്ഷൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യാനുള്ളത് റീസെൻറ്റ് പ്രൊജക്ട്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രീവിയസ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കണ്ടന്റ് റൈറ്റർ വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ആർട്ടിക്കിൾസ് കാണണം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു പോയിന്റ് വൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. അതായത് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ആർട്ടിക്കിളിലേക്ക് പോകുന്ന രീതിയിൽ, ആ ഒരു ആർട്ടിക്കിൾ ചെയ്തിട്ടുള്ള പേജിലേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ വെബ് ഡിസൈനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് വർക്കിൻ്റെ ഫോട്ടോ പോലെയുള്ള, അതായത് ഇമേജുകളാണ് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക. കോളത്തിൽ വന്നിട്ട് സിംഗിൾ കോളം, എന്നിട്ട് നേരത്തെ അതേപോലെ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഹെഡിങ് റീസെൻറ്റ് പ്രൊജക്ട്സ് എന്നുള്ള കൊടുക്കുക. നിങ്ങൾക്ക് ഇനി അത് ഇഷ്ടമുള്ള ഹെഡിങ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് എലമെൻറ്റിൽ വന്നിട്ട് ഗാലറിയിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഗാലറിയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ബേസിക് ഗാലറി കൊടുക്കുക. ബേസിക് ഗാലറിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര കോളം വേണം അത്ര കോളം ആഡ് ചെയ്യുക. ഞാനിവിടെ 2 കോളമാണ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുൾ വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട 2 ഇമേജസ് ഞാൻ ആഡ് ചെയ്യാണ്. 2 ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇൻസെർട്ട് ഗാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 4 വേണമെങ്കിൽ 4 കൊടുക്കാം. അപ്പോൾ അതിവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. 4 വേണമെങ്കിൽ 4 കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ആഡ് ചെയ്യാനുള്ള വരും. 3 മതി എന്നുണ്ടെങ്കിൽ 3 കൊടുക്കാം. ഞാൻ ഇവിടെ 2 കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് സ്റ്റൈലുകളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ അതിന് ക്യാപ്ഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ
ഡിസൈൻ വൈസ് ഉള്ള എന്തെങ്കിലാണ് അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സാമ്പിൾ 1 എന്ന് കൊടുക്കുന്നുണ്ട്, സാമ്പിൾ 2 എന്ന് കൊടുക്കുന്നുണ്ട്, ഈ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൈലുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഫോൺ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈലിലേക്ക് വരിക, സ്റ്റൈലിൽ വന്നിട്ട് ക്യാപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈപ്പോഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പോഗ്രാഫിയിൽ വന്നിട്ട് ഇതിൻ്റെ സ്റ്റൈൽ അതേപോലെ തന്നെ സൈസൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 14 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിനൊന്ന് സ്റ്റൈലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡർ റേഡിയസ് ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അതേപോലെ തന്നെ സ്റ്റൈലിൽ വന്നിട്ട് ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റീസെൻറ്റ് പ്രൊജക്ട്സ് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്തിട്ട് തന്നെ കാണാനൊക്കെ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് വർക്കുകൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഇതിലെന്ത് ചെയ്യുക, ഞാൻ ഈ വെബ്സൈറ്റിൽ ചെയ്തിട്ടുള്ള അതുപോലെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഗ്രിഡ് ആഡ് ചെയ്യാണ്. ഒരു ഗ്രിഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ആഡ് ചെയ്തിട്ട് ഇവിടെ 2 കോളം മതി, അതേപോലെ തന്നെ താഴെ 1 മതി. ഇനി ഇതിലേക്ക് ഐക്കൺ ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ ഐക്കൺ ലിസ്റ്റ് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഐക്കൺ ലിസ്റ്റ്. ഇതിൽ വന്നിട്ട് ഫസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട ഐക്കൺസ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഐക്കൺസ് ഏതെങ്കിലും ഒരു ഐക്കൺസ് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഐക്കൺസ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു കളർ കൊടുക്കണം, ഈ കളർ കൊടുക്കാം, ഈ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഐക്കൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം. ഒരു 20 സൈസ് കൊടുക്കുന്നുണ്ട്. തുടർന്ന് എൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും അതേപോലെ തന്നെ കളറും സൈസും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലിസ്റ്റിൻ്റെ സ്പേസുകൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഉണ്ടായിക്കോട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ വരുമ്പോൾ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൈസ് വേണം. അപ്പോൾ എങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് വന്നു. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. തന്നെ ചെയ്തതിന് ശേഷം ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വ്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു അലൈൻമെൻറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പുതിയൊരു കോളം ഇവിടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്രിഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ക്ലിയർ ആയില്ലേ. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കാണാൻ വേണ്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റിമോണിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞ സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സിംഗിൾ കോളം സെലക്ട് ചെയ്യുക. സിംഗിൾ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുള്ളടത്ത് പോവുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഹെഡിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹെഡിങ്ങിന് പകരം എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കുക. ടെസ്റ്റിമോണിയൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഗ്രിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രിഡിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഗ്രിഡ് മതി. അതിന് ഒരു കോളം ഒരു ലൈൻ മതി. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു എലമെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും, ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിവിടെ ടൈപ്പ് ചെയ്യുക. ടെസ്റ്റിമോണിയൽ എന്ന് ടൈപ്പ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടെസ്റ്റിമോണിയലിലേക്ക് വേണ്ട കണ്ടൻറ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ്സിലുള്ളതോ അതല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ കാര്യങ്ങൾ മെസ്സേജ് അയച്ചിന് വിസിറ്റോ വാട്സപ്പിൽ ചെയ്തോ അത് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് സാമ്പിളായിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽ പറഞ്ഞുള്ള അവരുടെ പേര് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ടൊരു പേര് കൊടുക്കുന്നുണ്ട്. അവരുടെ പൊസിഷൻ എന്താണോ കമ്പനീൻ്റെ പേരെന്താണോ എന്നുള്ളതും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ടെസ്റ്റിമോണിയൽ ഇമേജാണ്. ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ അവതാർ എന്നുള്ള കൊടുത്ത് നോ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇമേജ് ആഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോ താഴെ വരുന്ന രീതിയിൽ, ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്
അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആണ് കൊടുത്തിട്ടുള്ളത്. അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താം. ഈ ഒരു രീതിയിൽ അലൈൻമെൻറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഇമേജിൻ്റെ സൈസൊക്കെ ഇവിടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കളർ ആൻഡ് ടൈപ്പോഗ്രാഫിയൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഞാൻ അതൊന്നും തന്നെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് 3 ടെസ്റ്റിമോണിയിലൂടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പോയാൽ മതി. നമ്മളിവിടെ ടെസ്റ്റിമോണിയിൽ വളരെ സക്സസ്ഫുൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റിമോണിയിൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആഡ് ചെയ്തു. ഇതിന് നമുക്ക് പാഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പബ്ലിഷ് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ വ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത് നോക്കാം. ഇനി നമുക്കൊരു ബ്ലോഗിൻ്റെ ഒരു സെക്ഷനാണ് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഒരു പോർട്ട്ഫോളിയോ രീതിയിലുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഇതൊരു ഫ്രീലാൻസറിനും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ടെസ്റ്റിമോണിയലൊന്നും കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള സെക്ഷനുകൾ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇത്രയും ഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഓരോ സെക്ഷൻ എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ഫോൺ സ്റ്റൈലും കളറെല്ലാം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെല്ലാം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടേതായ ഐഡിയയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഇനി ഞാൻ അടുത്തത് ബ്ലോഗിൻ്റെ ഒരു സെക്ഷനാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് പുതിയൊരു കോളം ആഡ് ചെയ്തു. എന്നിട്ട് നേരത്തെ അതേപോലെ തന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഇട്ടു. ബ്ലോഗ് എന്നുള്ളത് കൊടുത്തു. ചിലർ അവർ ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അതിനുശേഷം ബ്ലോഗ് എന്നിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും പോസ്റ്റ് ഗ്രിഡ് എന്ന് കാണാൻ പറ്റും. കണ്ടോ, പോസ്റ്റ് ഗ്രിഡ് എന്നുള്ളത് നേരെ ഇവിടെ വലിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഗ്രിഡ്. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതൊന്ന് ജസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പബ്ലിഷ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓൾ പോസ്റ്റിൽ വരിക. ഒന്നെങ്കിൽ ഈ ഹലോ വേൾഡ് എഡിറ്റ് അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്തിട്ട് ഇതിലേക്കൊരു ഫ്യൂച്ചർ ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് തന്നെ ഇത് ബ്ലോഗിൻ്റെ ടൈറ്റിലും ചെറുതായിട്ടൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നേരത്തെ പോന്നിട്ടുള്ള ആ ഒരു പേജിലേക്ക് തന്നെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുക്കുന്നുണ്ട്. ഞാൻ റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആ ഒരു ഫീച്ചർ ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ വരിക. സ്റ്റൈൽ വന്നിട്ട് നിങ്ങൾക്ക് ബോർഡർ റേഡിയസ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. അതായത് തംബ്നെയിൽ സ്റ്റൈലിൻ്റെ ബോർഡർ റേഡിയസ് വേണമെങ്കിൽ കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടൻറ്റിൽ വരിക. കണ്ടൻറ്റിൽ വന്നിട്ട് താഴെ ലേഔട്ട് സെറ്റിംഗ്സിൽ വരിക. ലേഔട്ട് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പേജിൽ 3 മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. പിന്നെ ഗ്രിഡായിട്ട് കൊടുക്കണമെങ്കിൽ ഗ്രിഡായിട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ബട്ടൺസ് ആഡ് ചെയ്യണമെങ്കിൽ ബട്ടൺസ് ആഡ് ചെയ്യാം. അതായത് റീഡ് മോർ ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും തന്നെ ആഡ് ചെയ്യണില്ല. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റൈലുകളൊക്കെ വീണ്ടും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഷോ മെറ്റ എന്നുള്ള രീതിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. അത് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനത് ഷോ മെറ്റ എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ റീഡ് മോർ ബട്ടൺ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. റീഡ് ബട്ടൺ കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര എക്സ്പെക്റ്റ് ചെയ്യണം, വേർഡ് എത്ര വരെ വേണം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു 30 വരെ കൊടുക്കണമെങ്കിൽ 30 വരെ കാണിക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്നും കൂടെ താഴേക്ക് വരുന്ന രീതിയിലുണ്ടാവും. ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അവിടെ നിങ്ങൾ ബ്ലോഗ് പോസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഹോം പേജിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുക. ജസ്റ്റ് ഒരു വ്യൂ നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്കിതിൽ ഹെഡറും ഫോട്ടറും സെറ്റ് ചെയ്തില്ല. ഇനി ഹെഡറും ഫോട്ടറും എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ഹെഡർ സെറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് ജസ്റ്റ് ഒരു വ്യൂടെ ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേജൊന്നും തന്നെ കാണാനില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കസ്റ്റമൈസ് എന്നുള്ളതിലേക്ക് പോവാം. കസ്റ്റമൈസ് എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം പേജ് സെറ്റിങ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഹോം പേജ് സെറ്റിങ്സിൽ വന്നിട്ട് നമ്മുടെ പേജ് ഏതാണോ ആ പേജ് സെലക്ട് ചെയ്യുക. സ്റ്റാറ്റിക് പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹോം പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഹോം പേജ് നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്.
ഇത്രയും കൊടുത്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഇനി ഇതിൽ ചെറിയൊരു ചേഞ്ചസും കൂടെ വരുത്തണം. കാരണം നമ്മളിപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഹോം പേജ് സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഹെഡറും ഫുഡറും കാണാമല്ലോ. അപ്പോൾ ഞാൻ ഒരു ചേഞ്ചസും കൂടെ വരുത്താൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, പേജ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുത്തിട്ട് നേരെ സെറ്റിങ്സിൽ പോവുക, പേജ് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഇവിടെ എലമെൻ്റർ ഫുൾ വിഡ്ത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ. ഇനി പബ്ലിഷ് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നിങ്ങളെ വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ മുകളിൽ മെനു ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് മെനു സെറ്റ് ചെയ്യാം, ലോഗോ ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. ആദ്യം ഞാൻ ഇതിൽ ലോഗോ ആഡ് ചെയ്യാണ്. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മൗസ് ഇവിടെ കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, താഴെ കാണാൻ പറ്റും, കണ്ടോ, മെയിൻ റോ എന്നുള്ളത് കാണാൻ പറ്റും. മെയിൻ റോ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതാണ്. അപ്പോൾ ലോഗോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ലോഗോ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. സൈഡ് ലോഗോ എടുക്കുക. ഈ ഒരു ലോഗോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ലോഗോ ഒക്കെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും. ഇവിടെ ക്രോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്ലൈ ക്രോപ്പ് എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷം സേവ് എഡിറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നിന്നിട്ട് സെലക്ട് കൊടുക്കുക. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ അതൊരു ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ സൈറ്റ് ടൈറ്റിൽ ഞാനിവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഒന്നുകൊണ്ട് ഇവിടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോഗോ മാത്രം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ലോഗോ ആൻഡ് ടൈറ്റിൽ വേണ്ട, ലോഗോ മാത്രം എന്നുള്ളത് മതി. ഇനി നിങ്ങൾക്ക് ലോഗോൻ്റെ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 250 തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ലോഗോ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ മെനു ആഡ് ചെയ്യണം. മെനു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ മെനു ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വന്നിട്ട് അപ്പിയറൻസിൽ വരിക. അപ്പിയറൻസിൽ വന്നിട്ട്, അതായത് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് വന്നിട്ട് അപ്പിയറൻസിൽ വന്നിട്ട് മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മെയിൻ മെനു എന്നുള്ള രീതിയിൽ പുതിയൊരു മെനു ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ മെയിൻ മെനു എന്നുള്ള ആദ്യം ഇവിടെ മെയിൻ മെനു ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ആദ്യം മെയിൻ മെനു എന്നുള്ളൊരു പേരിൽ ഒരു മെനു ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ താഴെയാണ് നമുക്ക് ഓരോ പേജായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടാവുക. അപ്പം മെയിൻ മെനു എന്നുള്ളത് സെലക്റ്റായി. ഇനി ഇതിലേക്ക് വേണ്ട ഓരോ പേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ താൽക്കാലികം കസ്റ്റം ലിങ്ക് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാറ്റഗറി ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്യുക. പേജസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജസ് ഇവിടെ കാണിക്കും. അതായത് അബൌട്ടസിൻ്റെ പേജ്, മറ്റുള്ള പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേജുകളൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ഞാനിവിടെ താൽക്കാലികം കസ്റ്റം ലിങ്കാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഹാഷ് കൊടുത്തിട്ട് അബൌട്ടസ് എന്നുള്ളത് കൊടുക്കണം. അബൌട്ടസ്. ഇനി കോൺടാക്റ്റസ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ പോലെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാം. സേവ് മെനു എന്നുള്ളത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഇവിടെ സേവ് മെനു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് പബ്ലിഷ് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ ലോഗോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് പബ്ലിഷ് കൊടുത്തിട്ട് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മെനു ഒന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് മെനു എന്നുള്ളിൽ പോവുക. ഇവിടെ കാണാൻ പറ്റും മെയിൻ മെനു. ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു മെനു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് മുകളിൽ ഒരു കോൾ ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ മെയിൻ റോഡ് അവിടെ വന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത്. സെർച്ച് അപ്പിയറൻസ് വേണമെങ്കിൽ കൊടുക്കുക, ബട്ടൺ കൊടുക്കണമെങ്കിൽ ബട്ടൺ കൊടുക്കാം, സോഷ്യൽ ഐക്കൺ കൊടുക്കണമെങ്കിൽ സോഷ്യൽ ഐക്കൺ കൊടുക്കുക. ഞാനിവിടെ ബട്ടണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണാൻ ബട്ടൺ വന്നിട്ടുണ്ട്. ആ ബട്ടൺ ജസ്റ്റ് എഡിറ്റ് ചെയ്യുകയാണ്. ആ ബട്ടണിൻ്റെ പേര് കൊടുക്കുന്നത്, ഈ ബട്ടൺ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, കോൺടാക്റ്റസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുക. അതായത് ഈ രീതിയിൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഫിൽഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേ രീതിയിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ മാറ്റി കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കോൺടാക്റ്റസ് പേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡിസൈനിൽ വന്നിട്ട് നമുക്ക് ഈ LG എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഒന്നുകൂടെ സ്മോൾ ആകണേ അങ്ങനെ കൊടുക്കാം. കസ്റ്റം സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനൊരു MD മീഡിയം സൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. റേഡിയസ് കൂട്ടണമെങ്കിൽ റേഡിയസ് കൂട്ടാം. അതൊക്കെ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, റേഡിയസ് ഇവിടെ മാറ്റി കൊടുക്കണമെന്ന് വെച്ച്
അവിടെ സൈസിൽ മാറ്റം വരും. ഒരു 5 കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്തു. മാർജിനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ മാർജിൻ സെറ്റ് ചെയ്യാനുള്ള സ്റ്റൈലുണ്ട്. അതുപോലെ ഫോൺ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോൺ സ്റ്റൈൽ പോപ്പിൻസ് എന്നുള്ളത് കൊടുക്കണം. അത്രയും ചെയ്തു. ഈ വെബ്സൈറ്റിൻ്റെ മൊത്തം ഫോൺ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് കസ്റ്റമൈസേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ആൻഡ് ഫോണ്ട് എന്നുള്ളടത്ത് വന്നിട്ട് ഇവിടെ ടൈപ്പോഗ്രാഫിയിൽ ബേസ് ഫോണ്ട് ഏതാണോ വേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹെഡിങ് ഫോണ്ട് ഏതാണോ വേണ്ടത്, H1 ഫോണ്ട് ഏതാണോ വേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. അപ്പോൾ ഇവിടെ ഞാനിവിടെ പോപ്പിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. പോപ്പിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാ ഫോണും തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോപ്പിൻസിലേക്ക് മാറും. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ പബ്ലിഷ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഫോട്ടറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫോട്ടറിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സെക്ഷനാണുള്ളത്. പിന്നെ മെയിൻ റോ ആണുള്ളത്. പിന്നെ ടോപ്പ് റോ ആണുള്ളത്. ടോപ്പ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ഐക്കൺസ് മുകളിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ സോഷ്യൽ ഐക്കൺസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഷ്യൽ ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സോഷ്യൽ ഐക്കൺസ് വരും. ഇനി നമുക്ക് ഈ ഒരു താഴെ ഫൂട്ടറാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫൂട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫൂട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. കളർ ചേഞ്ച് ചെയ്യാണ്. ഡിസൈനിൽ വന്നിട്ട് ബോട്ടം റോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ വന്നിട്ട് അത് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഞാനിതിൻ്റെ ഫോൺ സ്റ്റൈലും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫോട്ടോയിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റിൽ ഈ ഒരു രീതിയിൽ ഗെറ്റ് ഇൻ ടച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, വിഡ്ജറ്റ് 1 എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് കുറച്ച് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റുന്നുണ്ട്. കളറൊന്ന് നമ്മൾ നേരത്തെ കൊടുത്ത അതേ കളറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ഈ ഗെറ്റ് ഇൻ ടച്ചിൻ്റെ ഫോൺ സ്റ്റൈലൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. പിന്നെ ഫോണിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. അതിന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷോ മോർ സെറ്റിങ്സ് എന്നുള്ളതിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ മീഡിയം എന്നുള്ളതാക്കി കൊടുക്കാം. സൈസ് മീഡിയം കൊടുക്കാം. ടെക്സ്റ്റ് ബ്ലാക്ക് കൊടുക്കാം. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് വേറൊരു സെക്ഷനും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിഡ്ജറ്റ് 2 എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ പറ്റും സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. ഇത് കൊടുക്കേണ്ടത് ഒരു പാരഗ്രാഫ് പോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പാരഗ്രാഫ് പോലെ സെറ്റ് ചെയ്യുക. അബൌട്ട് മീ എന്ന് കണ്ടന്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു വിഡ്ജറ്റും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സോഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ പോലെ തന്നെ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് സോഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ലിങ്ക്ഡിൻ വേണമെങ്കിൽ ലിങ്ക്ഡിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സോഷ്യൽ പ്രൊഫൈലുകളാണോ ഇവിടെ വേണ്ടത് അതെല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയി. ഇനി നമുക്ക് ഇവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കോപ്പിറൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കോപ്പിറൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്ത വെബ്സൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും നമ്മളൊരു അടിപൊളി വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 പേജുകളൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഹോം പേജ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എബൌട്ട് അസ് പേജും അതേപോലെ തന്നെ കോൺടാക്ട് അസ് പേജും ബ്ലോഗിൻ്റെ ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എബൌട്ട് അസ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേജസിൽ വരാം. ഒന്നെങ്കിൽ ഓൾ പേജസിൽ പോയിട്ട് പോകാം, അല്ലെങ്കിൽ ആഡ് പേജിൽ പോകാം. ഓൾ പേജസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ പേജ് ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോം പേജ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ പേജ് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ആഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ എബൌട്ട് അസ് എന്നുള്ളത് യൂസ് ചെയ്യില്ല, എബൌട്ട് മീ എന്നായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു മോഡലായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോവാണ്. അപ്പോൾ കണ്ടൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് റെഫർ ചെയ്തിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എബൌട്ട് മീ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ആഡ് വിത്ത് എലമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേജ് സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇതേപോലെ തന്നെ മതി. പിന്നെ ഇതിൽ ഞാൻ ഒരു കോളം ആഡ് ചെയ്യാണ്. എന്നിട്ട് ആ കോളത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ഹെഡിങ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എബൌട്ട് മീ എന്നുള്ളത് കൊടുക്കാം.
ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള കളർ ഇവിടെ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് കളർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കളർ ഇങ്ങനെ ഇവിടെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, കളറിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ കളറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ടെസ്റ്റ് എന്നുള്ള ആ ഒരു സേവ് ചെയ്തിട്ടുള്ള കളർ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതിൻ്റെ താഴെ ഒരു സബ് ഹെഡിങ് പോലുള്ളൊരു കാര്യം കൊടുക്കുകയാണ്. സബ് ഹെഡിങ് മാത്രമല്ല, എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ടൈറ്റിലും കൂടെ വേണം. പിന്നെ പാഡിങ്ങിലൊരു ചെറിയ ചേഞ്ച് വരുത്തും. ഇതിൽ പാഡിങ്ങാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് പാഡിങ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പാഡിങ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഈ ഒരു കോളത്തിൻ്റെ പാഡിങ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാഡിങ് എന്നുള്ളിടത്ത് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ വരും. ഞാൻ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത്, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല, ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഹോം പേജിൽ പോവുക, എഡിറ്റ് വിത്ത് എലമെൻറ്റിൽ വരാം. എഡിറ്റ് വിത്ത് എലമെൻറ്റിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് ആസ് ടെംപ്ലേറ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണോ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനി ഇവിടേക്ക് വരിക, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോക്സിൽ ആഡ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും മൈ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ അവിടെ സേവ് ചെയ്ത് ജസ്റ്റ് ഇൻസേർട്ട് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അത് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ പറ്റി. ഇനി അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി സേവ് ഡ്രാഫ്റ്റ് കൊടുക്കാം. ഇനി അടുത്തൊരു സെക്ഷനും ഈ ഒരു സെക്ഷനും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേജിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 3 സെക്ഷൻ ആയിട്ടാണുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് കോപ്പി ചെയ്തിടാം. അപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ രീതിയിൽ പേര് സേവ് ചെയ്യുകയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു, സേവ് ഡ്രാഫ്റ്റ് കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ 3 ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഹോം പേജിലുള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ സേവ് ചെയ്തിട്ട് അത് ജസ്റ്റ് എഡിറ്റിംഗ് വരും. ഇപ്പോൾ സ്കിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനൊക്കെ എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ മാറ്റം വരുത്തിയിട്ട് കൊടുക്കുക. ഹെഡിങ് മാറ്റിയിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയാണ് അബൌട്ട് അസിലുള്ളത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. പിന്നെ കാണാൻ പറ്റും ഇതുപോലെ ആയിരിക്കും അബൌട്ട് അസ് പേജ് ഉണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യാം, താഴെ പാഡിങ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് അബൌട്ട് അസ് പേജ് ഉള്ളത്. ഇനി നമുക്ക് കോൺടാക്ട് അസ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേജസിലെല്ലാം വന്നിട്ട് ആഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കോൺടാക്റ്റേഴ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിത് കോൺടാക്ട് മീ എന്നാണ് കൊടുക്കുന്നത്. കോൺടാക്ട് മീ, എഡിറ്റ് വിത്ത് എലമെൻറ്റർ. ശേഷം നമ്മൾ നേരത്തെ അബൌട്ട് അസ് പേജ് ഹോം പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു പേജിലേക്ക് തന്നെ വരും. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു സിംഗിൾ കോളം സെലക്ട് ചെയ്യുക. സിംഗിൾ കോളം സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ ഒരു ഹെഡിങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഫോൺ സ്റ്റൈൽ, ഫോൺ സൈസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം പാഡിങ്ങിൽ മാറ്റം വരുത്തി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു 2 കോളം സെലക്ട് ചെയ്യാം. 2 കോളം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നിൽ കോൺടാക്ട് ഫോമും ഒന്നിൽ നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുക, കോൺടാക്ട് ഡീറ്റെയിലിൻ്റെ ഒരു ഓപ്ഷൻ എടുക്കുക. കോൾ മീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യുക. ടൈപ്പോഗ്രാഫിയിൽ മാറ്റം വരുത്താം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു ടെക്സ്റ്റ് എഡിറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കോൺടാക്ട് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ടൈപ്പോഗ്രാഫിയിൽ വന്നിട്ട് ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് 18 കൊടുക്കാം. അതേപോലെ തന്നെ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതും താഴേക്ക് തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇമെയിൽ മീന്നാക്കാം. തുടർന്ന് ഈ താഴെ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കോളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടച്ച് ഒന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റൈലിൽ ആ ബോൾഡ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കൂട്ടിയിട്ട് 700 കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സേവ് ഡ്രാഫ്റ്റിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഫോമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. അതായത് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കിയിട്ട്
ഡാഷ്ബോർഡിലേക്ക് വരിക. പുതിയൊരു ടാബ് ഓപ്പൺ ആക്കിയിട്ട് ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും WP ഫോം എന്നാണ്. കാരണം നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിൻ്റെ തീമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്ലഗിൻസ് WP ഫോം എന്ന് പറഞ്ഞിട്ട് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആഡ് ന്യൂ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോമാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സിമ്പിൾ കോൺടാക്റ്റ് ഫോം എന്നുള്ള ഈ ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ഫോം എന്നുള്ള പേര് കാണാൻ പറ്റും. ഇവിടെ ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. സേവ് കൊടുക്കുക. ഇത്രയും ചെയ്തതിനു ശേഷം ബാക്കിലേക്ക് തന്നെ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഈ റീഫ്രഷ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സേവ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ പബ്ലിഷോ കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്ത് വെച്ചത് പോകും. ഇനി ഇവിടെ വന്നിട്ട് WP ഫോം എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റിലുള്ള EA എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐക്കണുള്ള ഫോമാണ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് താഴെ കോപ്പി ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോം സെലക്ട് ചെയ്ത് കൊടുക്കുക. കോൺടാക്റ്റ് ഫോം 3. ഞാനിപ്പോൾ 2-3 ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു സിമ്പിൾ ഒന്ന് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ടൈറ്റിൽ വേണ്ട, ഡിസ്ക്രിപ്ഷനും വേണ്ട, ലേബലും അതേപോലെ തന്നെ പ്ലേസ് ഹോൾഡർ മാത്രം മതി. ഇനി സ്റ്റൈലിലേക്ക് പോവാം. സ്റ്റൈലിൽ പോയിട്ട് സബ്മിറ്റ് ബട്ടൺ എന്നുള്ളതിൽ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും വിഡ്ത്ത് എന്നുള്ളത് ഫുൾ വിഡ്ത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ആദ്യം ഓവറോൾ കോളത്തിൻ്റെ പാഡിങ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 60 കൊടുക്കാം. അതുപോലെ താഴെ 60 കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കോളം ഒന്ന് ജസ്റ്റ് താഴേക്ക് വരണം. അതിൻ്റെ പാഡിങ് ലെഫ്റ്റ് സൈഡിലൊരു 60 കൊടുക്കാം. അതേപോലെ തന്നെ മുകളിലൊരു 80 കൊടുക്കാം. നോക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, പബ്ലിഷ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോൺടാക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ ബ്ലോഗിനൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബ്ലോഗ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് പബ്ലിഷ് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി. ഇത്ര ചെയ്തതിന് ശേഷം നേരെ ബാക്കിലേക്ക് തന്നെ വരിക. എന്നിട്ട് സെറ്റിങ്സിൽ വരിക. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും റീഡിംഗ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് വരാം. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും പോസ്റ്റ് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് സെലക്ട് ചെയ്തെടുത്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, പെർമാലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് ഡിസ്പ്ലേ നെയിം എന്നുള്ളതിന് പകരം ഇവിടെ പോസ്റ്റ് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജസും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്ലോഗിൻ്റെ പേജിൽ നോക്കാം എങ്ങനെ അതിൻ്റെ വ്യൂ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ വന്നിട്ട് വ്യൂ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ബ്ലോഗിൻ്റെ ആ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലൊരു ബ്ലോഗ് എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ പോസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് സെറ്റ് ചെയ്യാം. ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഒരു ബ്ലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഇനി ഫീച്ചർഡ് ഇമേജ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ ഇമേജുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഇമേജ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫീച്ചർഡ് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് പോസ്റ്റിൽ വരിക. എന്നിട്ട് ഇവിടെ സെറ്റ് ഫീച്ചർഡ് ഇമേജ് എന്നുള്ളത് കൊടുക്കുക. ഫീച്ചർഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു ഇമേജ് ഇല്ല, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വ്ളോഗിൽ എഴുതുന്ന സമയത്ത് ഇവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫീച്ചർഡ് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു കാര്യം സെറ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. ജസ്റ്റ് വ്യൂ പോസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ താഴേക്കൊക്കെ കൊടുക്കുക. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ നേരത്തെ പബ്ലിഷ് ചെയ്ത ബ്ലോഗ് ഇവിടെ താഴെ വന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ചെയ്യാനും പറ്റും. ഇനി ഇതിൽ ഞാൻ മെനുവിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്തണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മെനുവിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് അപ്പിയറൻസിൽ മെനു എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇൻവാലിഡ് എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് മെനു എടുത്തിട്ടുകൊണ്ട് പുതിയതായിട്ട് മെനു ക്രിയേറ്റ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് മെനു എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ മെയിൻ മെനു എന്ന് ടൈപ്പ് ചെയ്യാൻ ഹെഡിങ് കൊടുത്തിട്ട് പ്രൈമറി മെനു ആയിട്ടാണ് എനിക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രൈമറി മെനു എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെനു ക്രിയേറ്റ് ആയി കഴിഞ്ഞു. സേവ് കൊടുക്കുക. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം സേവ് മെനു കൊടുത്തതിന് ശേഷം പിന്നെ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിൽ വന്നിട്ട് ആഡ് മെനു ഐറ്റംസ് എന്നുള്ളതിൽ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് വ്യൂ ഓൾ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹോം പേജ് വേണം, ബ്ലോഗ് വേണം, അബൌട്ട് മീ വേണം, കോൺടാക്ട് മീ വേണം. എന്നിട്ട് ആഡ് ടു മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓർഡർ ആക്കണമെങ്കിൽ ഓർഡർ ആക്കി കൊടുക്കും. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് മെനു എന്നുള്ളത് കൊടുക്കാം. ഇനി ജസ്റ്റ് നമുക്ക് വിസിറ്റ് സൈറ്റ് എന്നുള്ളതിലേക്ക് ഒന്നുകൂടെ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നോക്കാം. അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ എല്ലാ
പേജസ് ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഹോം, എബൌട്ട് മീ, ബ്ലോഗ്, കോൺടാക്ട് മീ. ഈ എബൌട്ട് മീയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പേജ് ഇവിടെ കാണുന്നുണ്ട്. ബ്ലോഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലോഗ് ഒന്നുണ്ട്, ആ ഒരു ബ്ലോഗ് കാണിക്കുന്നുണ്ട്. കോൺടാക്ട് മീ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ മുകളിലുള്ള ഈ ഹെഡറിലുള്ള ഈ ആക്ഷൻ ബട്ടണ് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ ഒരു പെൻ ബട്ടൺ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ലോഡ് ആവാതെ പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. അത്രയും ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കാം. ഇനി നമ്മളെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റിൽ നോക്കാനുള്ളത് മൊബൈൽ വ്യൂ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൊബൈൽ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് ഇൻസ്പെക്റ്റിൽ പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊബൈൽ വ്യൂ ഒരു ഒന്നും കൂടെ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഏകദേശം ഓക്കെയാണ്. ഇനി സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പം ചെറുതായിട്ടൊരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റിലേക്ക് വരിക. എഡിറ്റ് വിത്ത് എലമെൻറ്റിൽ വന്നിട്ട് ഇവിടെ താഴെ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊബൈൽ വ്യൂ എന്നുള്ളത്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അലൈൻമെൻറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, ജസ്റ്റ് സെൻറ്ററാക്കി കൊടുത്താൽ മതി. സൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. ഞാൻ വിചാരിക്കുന്നത് സൈസ് കുറയ്ക്കേണ്ടതെന്നാണ്. പക്ഷേ ഇതിൽ താഴെയുള്ള ഈ സബ് ടൈറ്റിലിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറച്ച് കൂടുതൽ, അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കൊടുക്കാം. ലെറ്റർ സ്പേസിങ് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഒരു ബട്ടൺ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാം തന്നെ ഒന്ന് സെൻറ്ററാക്കി കൊടുത്താൽ മതി. ഇത് പിന്നെ ഒന്നും ചെയ്യേണ്ട. ഇനി ഇതൊക്കെ ഏകദേശം ഓക്കെയാണ്. പബ്ലിഷ് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. എബൌട്ട് മീ പേജ് നോക്കാം. എഡിറ്റ് വിത്ത് എലമെൻറ്റിലേക്ക് തന്നെ വരിക. ഇതിലും ചേഞ്ചസിൻ്റെ ആവശ്യം തന്നെ ഒന്നും കാണില്ല. കോൺടാക്ട് മീ പേജസ് നോക്കാം. ഇതും ഏകദേശം ഓക്കെയാണ്. ബ്ലോഗിൻ്റെ പേജും ഓക്കെയാണ്. പിന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൽ ചേഞ്ചസുകളൊക്കെ വരുത്താം. അതേപോലെ തന്നെ കണ്ടൻറ്റും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങളൊക്കെ നിങ്ങളതായ ഐഡിയയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചാറ്റ് ജിപിടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു ബയോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജിപിടി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ലെറ്റ്സ് കണക്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജസിലേക്ക്, അതായത് കോൺടാക്ട് മീ പേജിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു URL നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് പേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കോൺടാക്ട് മീ പേജിൽ ഈ ഒരു പേജിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. പിന്നെ വേറൊരു കാര്യം ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, എബൌട്ട് മീ പേജിൻ്റെ ലിങ്കും കോപ്പി ചെയ്ത് കൊടുക്കുക. ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കുക. ഈ ഹോം പേജിൽ വരിക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലെറ്റ്സ് കണക്റ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോൺടാക്റ്റേഴ്സ് പേജിലേക്ക് വരും. അതേപോലെ തന്നെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എബൌട്ട് മീ എന്ന് പറഞ്ഞ ഈ ഒരു പേജിലേക്ക് വരും. ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.